ആ തുളസി ചെടി തളർത്ത് നിൽക്കുന്നത് വരെ മിഥുന് യാതൊരു ആപത്തും ഉണ്ടാവുകയില്ല. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് വാടിയാലും അതിന്റെ ഹരിതാപ ഭംഗി കുറച്ചൊന്ന് മങ്ങിയാലും മിഥുനോട് ആപത്തടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. മേഘനെ, എന്തു പറ്റി മേഘനെ? ഒന്നുമില്ല മിഥുനേട്ടാ. എവിടെ കാണിച്ചേ? സാരല്ല മിഥുനേട്ടാ. കാണിക്കാനല്ലേ പറഞ്ഞേ? നോക്കട്ടെ. അയ്യോ, ബ്ലീഡിംഗ് ഉണ്ടല്ലോ. മോളെ, ഞാൻ കട്ട് ചെയ്തത് ഉണ്ടാക്കാൻ തുടങ്ങിയാലേ ഷെഫുമാരൊക്കെ തൂങ്ങിച്ചാൻ വേണ്ടി വരും. അതുകൊണ്ട് മാറിയുന്നേ. മിഥുനേട്ടാ. കണ്ണു നീറാണല്ലോ പണ്ടാരം. ഇതെന്താ മേഘനെ, ഈ സവാള അറിയുമ്പം കണ്ണിങ്ങനെ നീർന്നേ? മിഥുനേട്ടൻ കട്ട് ചെയ്യാൻ തുടങ്ങിയ ഷെഫ് വരെ തൂങ്ങിച്ചാവുന്നല്ലേ പറഞ്ഞത്. ഒരു സവാളയ്ക്ക് തന്നെ കരഞ്ഞാൽ എങ്ങനെയാ? ശരി, നീ എന്നെ കളിയാക്കാണാ? എന്നാ നീ കണ്ടോ, ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ടേ ഇതിനടങ്ങോ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ കട്ടിങ്? അടിപൊളിയല്ലേ? ഇത്രയ്ക്കും അലങ്കോലായിട്ട് ലോകത്തിലെ ഒരു ഷെഫും കട്ടിയില്ല. അത് പിന്നെ എനിക്കറിയാവുന്ന പോലെ ചെയ്യാൻ പറ്റൂ. വെജിറ്റബിൾ കട്ടിങ്സ് ഫിനിഷ്ഡ്. ഇനി ഞാൻ കറി ഉണ്ടാക്കാൻ പോവാ. മിഥുനേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞാൻ ചെയ്തോളാം ഏട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് ഞാൻ തന്നെ ചെയ്തോളാം. കണ്ടോ? മിഥുനേട്ടാ, അത് സവാള വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തക്കാളി ദാ ഇങ്ങനെ ഇടും. ഇത് ഞാൻ പൊളിക്കും. ഇതെങ്ങനെയുണ്ടെന്ന് സ്വാദ് നോക്കിയിട്ട് നീ വേണം പറയാൻ. കൈ കാണിച്ചേ. മേഘനെ, കറി നന്നായില്ല? ഒട്ടും കൊള്ളില്ല എന്ന് തന്നെയാണോ? എന്നാലും
ഒട്ടും ഒപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായോ? സൂപ്പർ ആയിട്ടുണ്ട് മിഥുനേട്ടാ. നല്ല സ്വാദുണ്ട് കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ. വെജിറ്റബിൾസ് കട്ട് ചെയ്തു, പിന്നെ കറി ഞാൻ തന്നെ ഉണ്ടാക്കി. ഈ മിഥുൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഷടയെന്ന് പഠിച്ച് ഗംഭീരമായിട്ട് ചെയ്ത് കൈ തരും. മേഘനെ, ഇന്ന് ഞാൻ കുക്ക് ചെയ്തത് നീ കഴിച്ചോണം. എക്സ്ക്യൂസ് മീ. ഹലോ. ഹലോ അരുണിമേ, ഞാൻ സ്വാമിജിയെ സംസാരിക്കുന്നേ. പറഞ്ഞോളൂ സ്വാമിജി, എന്തൊക്കെയുണ്ട്? എല്ലാം നല്ല വിശേഷങ്ങളാ. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അപശ്രുതി കേൾക്കുന്നുണ്ടല്ലോ. അനിഷ്ടങ്ങൾ നടക്കാൻ പോകുന്നു. സ്വാമിജി എന്താ പറയുന്നത്? ഞാനിപ്പോഴാ മിഥുന്റെ ജാതകം ഒന്നും കൂടി പരിശോധിച്ചേ. ഈ അടുത്ത കാലത്ത് മിഥുൻ എന്തെങ്കിലും വിദേശയാത്രയോ മറ്റോ ഉണ്ടോ? ഉണ്ട് സ്വാമിജി. മിഥുൻ ഫോറിനിലേക്ക് പോവാ. ആരാ മിഥുന്റെ ഒപ്പം പോകുന്നത്? എന്റെ മരുമോള് മേഘനയും അവനോടൊപ്പം വിദേശയാത്രയ്ക്ക് പോകുന്നുണ്ട്. അരുണിമേ, മകന്റെ തലയിൽ അഗ്നികുണ്ഡം വച്ചാണോ നീ അയക്കുന്നത്? ഏത് സമയത്തും ആ അഗ്നികുണ്ഡം അവന്റെ ശരീരം ആസകലം ആളിക്കത്തും. അത് നീ എന്താ മനസ്സിലാക്കാത്തെ? അതെന്താ സ്വാമിജി അങ്ങനെ പറഞ്ഞത്? മിഥുൻ എന്തെങ്കിലും അപകടം ഉണ്ടെന്നാണോ? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ് മേഘന മിഥുനോട് അടുക്കാതെ നോക്കിക്കൊള്ളണമെന്ന്. പക്ഷേ നീ മിഥുന് കൂട്ടായി അവളെ അവനോടൊപ്പം അയക്കുന്നു. സ്വാമിജി പറഞ്ഞത് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അവരെ തമ്മിൽ പരമാവധി അകറ്റി നിർത്താനായിട്ട് എന്നാലാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊന്നും ചെയ്യാനാവുന്നില്ല. എന്റെ മകന്റെ തീരുമാനത്തിന് സമ്മതം മൂളേണ്ടി വരുന്നു. വളരെ വലിയ തെറ്റാണ് നീ ചെയ്യുന്നത്. നിന്റെ മൗനമാണ് നിന്റെ മകന്റെ ജീവൻ എടുക്കാൻ പോകുന്നത്. നീ കാണിക്കുന്ന അനാസ്ഥ കൊണ്ട് മകനെ മൃത്യു കവർന്നെടുക്കും. അങ്ങനെയൊന്നും പറയരുത് സ്വാമി. ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. എല്ലാം ഞാൻ അതേപടി ചെയ്തോളാം. ഇതിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. നിന്റെ മരുമകളെ കൂട്ടാതെ നിന്റെ മകൻ ഒറ്റയ്ക്ക് ഈ വിദേശയാത്രയ്ക്ക് പോകണം. സ്വാമിജി, ഇത് കുറച്ച് കഷ്ടമുള്ള കാര്യമല്ലേ തിരുമേനി? മറ്റെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ? എന്നാ ശരി, നിന്റെ മോനും മരുമകളും അല്ലാതെ അവരോടൊപ്പം മറ്റൊരാളെയും കൂടി അയക്കണം. അപ്പൊ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോയിക്കൊള്ളും. മറ്റൊരാളെ അയക്കണമെന്നോ? അതെ അരുണിമേ, അവരോടൊപ്പം മൂന്നാമതൊരാൾ പോകണം. അപ്പോ മിഥുന്റെ ദോഷത്തിന്റെ പ്രഭാവം അല്പം കുറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മിഥുൻ അതിഭയങ്കരമായ ഒരു അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയേറെയാണ്. ഇനി നീ തന്നെ ആലോചിച്ച് തീരുമാനിക്ക. അപ്പൊ ദാ ഇവിടെ മിഥുൻ, 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 എന്തുപറ്റി? മിഥുൻ, ടർക്കിയിലേക്ക് നിന്നോടൊപ്പം മേഘനയും കൂടി കൂട്ടാൻ ഞാൻ അനുവദിക്കില്ല. ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എങ്ങനെയും മോം? എന്താ കാരണം? മേഘന കാരണം ഏത് സമയത്ത് ഏത് ആപത്തു നിന്നെ വേട്ടയാടും. അതറിഞ്ഞുകൊണ്ട് അവളെ നിന്റെ കൂടെ അയക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോം, ആവശ്യമില്ലാതെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കല്ലേ. അവള് കാരണം എനിക്കൊരു ആപത്തും ഉണ്ടാവില്ല. വെറും 2 ദിവസത്തെ കാര്യമല്ലേ. എനിക്കൊരു അപകടവും സംഭവിക്കാതെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അത് പറ്റില്ല മിഥുൻ. നീ പോകുന്ന വഴിയെ നിന്റെ ജീവൻ എടുക്കാൻ ദുഷ്ടശക്തികൾ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നെ മേഘനയോടൊപ്പം പറഞ്ഞയക്കാൻ എനിക്കാവില്ല.
ഒരു ക്ഷണം എനിക്കിവിടെ സമാധാനത്തോടെ കഴിയാൻ പറ്റൂ. അരുണിമേ, എങ്ങനെ നിന്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്നൊരു പേടി കയറി കൂടിയത്? എന്നോടൊന്നും ചോദിക്കരുത് ജയേട്ടാ. എനിക്ക് പറയാൻ പറ്റില്ല. പറയാൻ തക്ക കാരണമുണ്ട്. എനിക്ക് പേടിയാണ് ജയേട്ടാ. ഇത്ര ഭയാനകമായ സിറ്റുവേഷനിൽ അത് അനുവദിക്കാൻ എനിക്ക് കഴിയില്ല. മോം, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, എനിക്ക് അവളെയും കൂടെ കൂട്ടിയേ തീരൂ മോം. ഈ അവസാന സമയത്ത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല മോം. ദയവ് ചെയ്ത് മോം എന്നെ ബുദ്ധിമുട്ടിക്കരുത്, പ്ലീസ് മോം. ശരി മിഥുൻ, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മേഘനയെ നീ കൂടെ കൊണ്ടുപോയിക്കോ. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ ഇരുവരോടൊപ്പം മറ്റൊരാൾ കൂടി യാത്ര ചെയ്യും. നീ എന്തൊക്കെ അരുണിമേ പറയുന്നേ? അവരോടൊപ്പം മറ്റൊരാളും കൂടി പോയാ മിഥുന്റെ ദോഷം മാറിക്കിട്ടുവോ? അവനെ വേട്ടയാടുന്ന അപകടം ഓടിപ്പിക്കോളൂ. എനിക്കറിയില്ല ഏട്ടാ, എന്നോടൊന്നും ചോദിക്കും വേണ്ട. എന്റെ വിശ്വാസാന്ന് കരുതിക്കോ. നിനക്കും മേഘനയ്ക്കൊപ്പം മഞ്ജരിയും കൂടി യാത്ര ചെയ്യുന്നതായിരിക്കും. മഞ്ജരിയോ? അതിന് ഞങ്ങളോടൊപ്പം മഞ്ജരി എന്തിനാ മോം? അതെന്താ മിഥുൻ, നിന്നോടൊപ്പം മഞ്ജരി വന്നാ നിനക്കെന്താ പ്രശ്നം? പ്രശ്നമുള്ളതുകൊണ്ടല്ല ചെറിയമ്മേ. മിഥുൻ, നിനക്ക് വല്ലോ പറ്റുമെന്നോർത്ത് അരുണിമേച്ചിയുടെ മനസ്സ് പെടയാ. അതിന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? മഞ്ജരിയെ നിന്റെ കൂടെ കൂട്ടിയാ നിനക്കൊരു ആപത്തും വരില്ലെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ട്. ചേച്ചിയുടെ മനസ്സ് അതുകൊണ്ട് സമാധാനിക്കുന്നുണ്ടെങ്കിൽ നിനക്കങ്ങ് സമ്മതിച്ചൂടെ? നിന്റെ മമ്മിയെ ഓർത്തെങ്കിലും മഞ്ജരിയെ നിന്റെ കൂടെ കൂട്ടും മിഥുൻ. ഇതിപ്പം കൂടെ കൂട്ടാൻ ഇതൊരു വലിയ പ്രശ്നമൊന്നും അങ്ങനെയില്ല. എന്നാ പിന്നെന്താ, ഇനിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരു സംശയമേ. ഞാൻ കൂടെ പോകുന്നതുകൊണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞ ആപത്ത് മഞ്ജരി കൂടി വന്നതുകൊണ്ട് അകന്നു പോയിക്കോളെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. ഇനി അതൊന്നും നിന്നോട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞ മനസ്സിലാവുമെങ്കിൽ മിഥുന്റെ ഏറ്റവും വലിയ അപകടമായി ഈ വീട്ടിൽ നീ തുടരില്ലായിരുന്നു. ഈ വീട് ഉപേക്ഷിച്ച് നീ എന്നെ മാറിപ്പോയനെ. മിഥുൻ, നീ മഞ്ജരിയെ കൂട്ടിക്കൊണ്ട് മാത്രം ഇവിടുന്ന് പോയാ മതി. എന്റെ ഈ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. ശരി മോം, മോമിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞങ്ങളുടെ കൂടെ മഞ്ജരിയെ ഞങ്ങൾ കൂട്ടിക്കോളാം. ഇപ്പൊ സമാധാനമായല്ലോ. എങ്ങനെയുണ്ട് ആന്റി? ആ കള്ളസ്വാമിയുടെ വാക്കുകൾ ബ്രഹ്മാസ്ത്രം പോലെയല്ലേ വർക്കൗട്ടായേ? അയാളുടെ ഒരു ഫോൺ കോൾ മേഘനയുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തില്ലേ? ഇതറിയായിരുന്നോണ്ടാ അവനെ കൊണ്ട് എന്നെ ഫോൺ ചെയ്യിച്ച്. ഇപ്പൊ എന്നെ റെഡ് കാർപ്പറ്റ് വിരിച്ച് മിഥുൻ എന്നെ ടർക്കിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എക്സാക്ട്ലി മഞ്ജരി. മിഥുനോടൊപ്പം
ഒറ്റയ്ക്ക് കറങ്ങാന്ന് കരുതി ആ മേഘന മോഹിച്ച് കാത്തിരിക്കായിരുന്നു. ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നീയുണ്ട്. അവര് രണ്ടുപേരെയും അനുക്ഷണം അകറ്റി നിർത്താൻ നീ തയ്യാറായിരുന്നോ? ഇത് മാത്രം മതി മേഘനയുടെ അഹങ്കാരം അടക്കാൻ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. നീയും ഇതിനും സന്തോഷത്തോടെ പോയി വരുമെന്നാ കരുതിയത്. പക്ഷെ അരുണിമ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നുള്ള കാര്യം ആരറിഞ്ഞു? അച്ഛനറിയാലോ, ഞാൻ മിഥുനേട്ടന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടതിനൊപ്പം തന്നെ മഞ്ജരി കൂടെ ഇല്ലാതിരിക്കേണ്ടതും വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാ. അത് പറഞ്ഞാൽ ആർക്കും ഇവിടെ മനസ്സിലാവില്ല. മനസ്സിലാക്കണമെന്നുള്ള മനസ്സും ആർക്കുമില്ല. ഇനി എന്താ ഒരു പോംവഴിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അച്ഛ. നിനക്കും മേഘനയ്ക്കൊപ്പം മഞ്ജരിയും കൂടി യാത്ര ചെയ്യുന്നതായിരിക്കും. മിഥുൻ, നീ മഞ്ജരിയെ കൂട്ടിക്കൊണ്ട് മാത്രം ഇവിടുന്ന് പോയാ മതി. എന്റെ ഈ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. എന്തു പറ്റി മേഘനെ? മുഖം കരിഞ്ഞുപോയ ദോശച്ചട്ടി പോലെ ആയല്ലോ. ഓഹോ, കഥയിലുണ്ടായ ട്വിസ്റ്റിന് നിന്റെ വയറ് കത്തുന്നത് കൊണ്ടായിരിക്കും അല്ലേ? എന്ത് ചെയ്യാനാ മേഘനെ? ചില നേരത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെയോ മോഹിക്കും, അതിനെക്കുറിച്ച് സ്വപ്നം കാണും, അതൊക്കെ വെള്ളത്തിലാവും. അതിനിടയ്ക്കൂടെ ദൈവം മറ്റൊന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. മോഹങ്ങൾ വ്യാമോഹങ്ങളാവും. നമ്മുടെ പാഴ്മോഹങ്ങൾ മറ്റൊരാളുടെ ഭാഗ്യമായി ഭവിക്കും. എന്തുപറ്റി മേഘനെ? ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ പറയ്. നീ ഇങ്ങനെ മൗനം പാലിച്ചാ എനിക്ക് വല്ലാണ്ട് ബോറടിക്കുന്നുണ്ട് കേട്ടോ. ഓ പാവം, ഈ ഷോക്കിൽ നിന്റെ നാവ് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ, നീ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാനും നിങ്ങളോടൊപ്പം ടർക്കിയിലേക്ക് വരുമെന്നുള്ളത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്റെ യാത്ര അനൗൺസ് ചെയ്തതും തൊട്ടാവാടി പോലെ വാടിപ്പോയല്ലോ. മഞ്ജരി, എന്തുണ്ടാക്കാനാ കൊറേ നേരമായിട്ട് കാക്കയെ പോലെ ചലിച്ചോണ്ടിരിക്കുന്നെ? ഇപ്പൊ എന്തുണ്ടായി? നീയും ഞങ്ങളുടെ കൂടെ ഫോറിനിലേക്ക് വരും, അത്രല്ലേ ഉള്ളൂ. ഈ ഒരു ചെറിയ കാര്യത്തിന് 100 കോടിയുടെ ലോട്ടറി അടിച്ച പോലെ നിന്റെ കാലം നിലത്തുന്നല്ലോ മഞ്ജരി. ദേ നോക്കിയേ, നീ ഞങ്ങളുടെ കൂടെ വിദേശത്തേക്ക് വന്നതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല. നീ ഇവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് എനിക്കൊരു ലാഭവുമില്ല. നമ്മള് നടക്കുമ്പോ കയ്യിലും കാലിലൊക്കെ ആവുന്ന ചെളിയില്ലേ, അത്ര വിലയെ നിനക്കുള്ളൂ. അങ്ങനെയുള്ള നിന്നെ ഞാൻ എന്തിനാ കാര്യാക്കുന്നത്? നീ കൂടെ വരുന്നതുകൊണ്ട് ഞാൻ എന്തിനു വിഷമിക്കണം? എന്ത്? ഞാൻ നിന്റെ കാലിലൊട്ടിയ ചെളിക്ക് സമാണെന്നോ? പിന്നെ അല്ലാതെ എന്താ? ഞങ്ങളോടൊപ്പം നീ വരുന്നതുകൊണ്ട് ഞാൻ മുറിയിൽ പോയിരുന്നു കരയണോ? സത്യം പറയാണെങ്കി നിന്നെ കാണുമ്പോ എനിക്ക് വല്ലാണ്ട് സഹതാപം തോന്നുന്നു. എന്നെ കണ്ട് നീ സഹതപിക്കുന്നോ? എന്തിനാ അത്? എന്തിനാന്ന് ചോദിച്ചാ, അവിടെ വന്നതിന് ശേഷം എന്നെയും മിഥുനേട്ടനെയും തമ്മിൽ അകറ്റി ഞങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാൻ നീ എങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരും. ആ കഷ്ടപ്പാടിന്റെ ഇടയിൽ കിടന്ന് നിനക്ക് ഇക്ഷ വരയ്ക്കേണ്ടതായിട്ട് വരുമല്ലോ. എന്നിട്ട് ഒടുവിൽ ഇക്ഷ വരച്ച് മൂക്ക് തെഞ്ഞതല്ലാതെ വേറെ ഒരു മിച്ചം ഉണ്ടാവാൻ പോകുന്നില്ല. സാരമില്ല മഞ്ജരി, ഇടയ്ക്കിങ്ങനെ നിന്റെ കുതന്ത്രങ്ങൾക്ക് നീ തന്നെ ബലിയാടാവുമ്പോ എനിക്കും മിഥുനേട്ടനും നിന്നെ ഓർത്ത് ചിരിക്കാനൊരു അവസരം ഉണ്ടാവും. ശരിക്കും സർക്കസിലെ ഒരു കോമാളിയെ പോലെ. എന്ത്? എന്നെ കണ്ടിട്ട് കോമാളിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലാതെ പിന്നെ എന്താ മഞ്ജരി? എപ്പോഴും നീ ഓരോ കുഴി കുഴിച്ച് കാത്തിരിക്കും, അതിലവസാനം നീ തന്നെ വീഴും. പിന്നെ കോമാളി എന്നല്ലാതെ രാജാവ് എന്ന് പറയണോ? മഞ്ജരി, ഒരു കാര്യം പറഞ്ഞേക്കാം, അതെപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. അവിടേക്ക് വന്നിട്ട് ഇവിടത്തെ പോലെ വേണ്ട ദിനങ്ങൾ ഒപ്പിച്ചു വെക്കരുത്. സൂക്ഷിച്ചും കണ്ടൊക്കെ പെരുമാറിയാൻ നിനക്ക് കൊള്ളാം. മറിച്ചാണെങ്കിൽ ഇവിടെ തോറ്റതുപോലെ വല്ലവരുടെയും ദേശത്ത് വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കിടേണ്ടി വരും. തലയിൽ കയറി കാണുമല്ലോ. മേഘനെ, നിന്നെ കുപ്പിയിലടയ്ക്കാൻ ഞാൻ ഇവിടെ പരിശ്രമിക്കുമ്പോ അതിനിടയ്ക്ക് നീ എന്നെ തന്നെ മായാവി കഥ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നോ?
വെച്ചിട്ടുണ്ടടി. നിന്നെ എന്റെ കൈ കിട്ടാതിരിക്കില്ല. ഗുഡ് മോർണിംഗ് സർ. ആ വാ വാ, ഇവിടെ ഇരിക്കെ. താങ്ക് യു സർ. മേഘനെ, 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 എന്താ മിഥുനേട്ടാ? ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണ്ടേ? വേഗം നിന്റെ പാസ്പോർട്ട് എടുത്തിട്ട് വാ. മഞ്ജരി, നിന്റെ പാസ്പോർട്ടും. ഇപ്പൊ പാസ്പോർട്ടിലെ പേരെങ്ങാനും കണ്ടാലോ? മേഘനെ, എന്താ നോക്കി നിൽക്കുന്നേ? പാസ്പോർട്ട് കൊണ്ടുപോവാ. ഇപ്പൊ കൊണ്ടുവരാട്ടാ. മിഥുനേട്ടാ, ഇതാ. ആ, അവിടെ കൊടുത്തോളൂ. ആ, ഇത് സർ. ജ്യോതി, കുപ്പക്കാരൻ വന്നിട്ടുണ്ട്, നോക്ക്. ദാ പോവാ മേഡം. എന്തു ചേച്ചാ, ഇന്ന് കാലത്ത് ടാബ്ലറ്റ് കഴിച്ചില്ലേ? ഇതുവരെ കഴിച്ചില്ല മോളെ. ഇതൊക്കെ ഇങ്ങനെ മറന്നാൽ എങ്ങനെയാ അച്ഛാ? അച്ഛൻ എവിടെ ഇരുന്നേ? ഞാൻ പോയി ടാബ്ലറ്റ് എടുത്തിട്ട് വരാം. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കെ. എന്താ ആന്റി? അങ്ങോട്ട് നോക്കിയേ. മേഘന അവളുടെ പാസ്പോർട്ട് ഇവിടെ വെച്ചിട്ട് പോയി. പുറത്താണെങ്കിൽ കുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടെന്നറിയാലോ? താങ്ക് യു സർ. ഞാൻ ഇറ്റ്സ് ഇറങ്ങാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ സർ. കയ്യിലെടുത്ത് വെച്ചോ. മഞ്ജരി, എന്താ മിഥുൻ? ഇന്നലെ ഞാൻ RR കൺസ്ട്രക്ഷന്റെ ഫയൽ നിന്നെ ഏൽപ്പിച്ചില്ലായിരുന്നോ? അത് ചെക്ക് ചെയ്തായിരുന്നോ? കുറച്ചുകൂടി ചെക്ക് ചെയ്യണ്ട മിഥുൻ. കംപ്ലീറ്റ് ചെയ്തിട്ട് തരാം ഞാൻ. അതൊന്ന് പെട്ടെന്ന് വേണം മഞ്ജരി. അതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സും വേണം. അത് ക്ലയൻസിന് കൊടുക്കേണ്ടതാ. ആയിക്കോട്ടെ മിഥുൻ. താങ്ക് ഗോഡ്. മേഘനയുടെ പാസ്പോർട്ട് അടിച്ചു മാറ്റുന്നത് മിഥുൻ കാണുമെന്ന് ഞാൻ ആകെ പേടിച്ചുപോയി. അതുകൊണ്ടാ പരിസര ബോധം വേണമെന്ന് പറയുന്നത്. ശരി ആന്റി. ജയദേവേട്ടാ, ഒന്ന് ഹോസ്പിറ്റലിൽ പോയിക്കൂടെ? ഡോക്ടർ രാമകൃഷ്ണനെ കാണിച്ചാൽ മതി. ചുമ പെട്ടെന്ന് കുറയും ചെയ്യും. നിന്നോട് എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ് ചാരു. ഞാൻ നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു ചാരു.
വിവേക്, എന്താ മോം? നിന്നോട് പറയാൻ മറന്നുപോയി. ഇന്നലെ രാജേശ്വരി ഫോൺ ചെയ്തിരുന്നു. അവളുടെ മോക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായത്രേ. നിന്നെ കണ്ടപ്പോ തൊട്ട് വിവേകിന്റെ എന്റെയും കല്യാണം എപ്പോഴാന്ന് ചോദിച്ചോണ്ടിരിക്കത്രേ. മിടുക്കനാണല്ലോ, എത്ര പെട്ടെന്ന് നീ അവളെ വശീകരിച്ച്. മോം, ഇപ്പൊ വന്ന കാര്യം എന്താണെന്ന് പറ. ഒന്നുമില്ലടാ, സഞ്ജനയുടെ കല്യാണത്തിനൊപ്പം നിന്റെയും കൂടെ കല്യാണം നടത്തിയോലെന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത്.